എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള പരീക്ഷ ജീവശാസ്ത്രമാണ്, അതായത് ബയോളജിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു 35 മാർക്ക് ലഭിച്ചാൽ തന്നെ A+ ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 33 മുതൽ 34 ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് ആ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ കുറവുള്ളത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് തന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് A+ ഗ്രേഡിലേക്ക് മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇന്നും ഇനി അതുപോലെ തന്നെ ഇനി തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്കും കൂടി മാത്രമേ ഇനി പഠിക്കാനുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ലീവായാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു സമയം നന്നായിട്ട് പഠിക്കുക. കാരണം പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾ ആ ഒരു സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു, കൂടുതൽ മാർക്ക് ലഭിക്കുമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഏതെങ്കിലും പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കറക്റ്റായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അതായത് ബയോളജി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അതായത് സാധാരണ ഏകദേശം 75% വിദ്യാർത്ഥികളും A+ വാങ്ങിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ജീവശാസ്ത്രം, അതായത് ബയോളജി പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാക്സിമം മാർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വാങ്ങിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അഥവാ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾ അറിയാതെ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്നത് അതേ ക്വസ്റ്റ്യനുള്ള കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ടെൻഷൻ കൊണ്ട് ഉത്തരം എഴുതുന്ന സമയത്ത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് കെമിസ്ട്രി പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് അതുപോലെ തന്നെ എഴുതുന്ന അതായത് ഉത്തരം കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതായത് ഏതെങ്കിലും പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ച ഭാഗങ്ങളിൽ നിന്നും ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ തന്നെ സിമ്പത്തറ്റിക് അതുപോലെ അസിമ്പത്തറ്റിക് വ്യവസ്ഥകൾ ആ ഒരു പോർഷനിൽ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വരാം. കാരണം ഈ ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് എല്ലാ പോർഷൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുള്ളത് ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിക്കുക. അതുപോലെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഏത് ഭാഗമാണ്, അത് ഏത് ഇമേജാണ്, അതുപോലെ തന്നെ ആ ഒരു അതിലുള്ള ഓരോ പാർട്സും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ നോക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, അതുപോലെ തന്നെ പേടിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാനായിട്ട് ഒരു 5 മാർക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾ 5 മാർക്ക് വാങ്ങിക്കരുത്, നിങ്ങളൊരു 20 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് 20 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ +1 നിങ്ങൾ ബയോളജി സയൻസ് ഒക്കെയാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു 20 മാർക്കിൽ കൂടുതൽ ലഭിച്ചാലാണ് അതിലേക്ക് പ്രവേശനം ലഭിക്കുക. അതുപോലെ ഇതിൽ കുറഞ്ഞാലും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. കാരണം അതായത് അത്രക്കും വിദ്യാർത്ഥികൾ ആ ഒരു ബയോളജി സയൻസിന് അപേക്ഷ നൽകാത്ത സ്കൂളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട, അതുപോലെ പേടിക്കുകയും ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പരീക്ഷ, അതായത് ഇനി 2 പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ, അതായത് നാളത്തെയും കൂട്ടിയിട്ട് 2 പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ ഏതൊക്കെ പോർഷൻസാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ പോർഷൻസാണ് പഠിക്കാതെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു പഠിക്കാത്ത ഭാഗം പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് എല്ലാ പാഠഭാഗങ്ങളും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് വീണ്ടും നിങ്ങൾക്ക് ഓർമ്മയിൽ നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. നന്നായിട്ട് പരീക്ഷ എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് ചോദ്യത്തിന് വേണ്ട ശരിയായ ഉത്തരം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയ ശേഷം, അതായത് എഴുതുന്ന സമയത്ത് ടെൻഷൻ അടിച്ചൊക്കെ പരീക്ഷ എഴുതും. അപ്പോൾ എഴുതിയ ശേഷമാണ് എഴുതിയ ആൻസർ തെറ്റിപ്പോയി എന്ന് കരുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ അതുപോലെ പേടിക്കാതെ നിങ്ങൾ ജയിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും ആലോചിക്കാതെ കറക്റ്റായിട്ട് പരീക്ഷ എഴുതുക. എഴുതുന്ന ആൻസേഴ്സ് കറക്റ്റാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.